السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹത്തിന്റെ 10 കടന്ന് മഗ്ഫിറത്തിന്റെ പാപമോചനത്തിന്റെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷം പൊറുക്കാൻ ആവശ്യമായ ഒരുപാട് സുകൃതങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ വിശുദ്ധ റമദാൻ എന്ന് നമുക്കറിയാം. ദോഷം പുറത്തു കിട്ടാനുള്ള കാരണങ്ങൾ ഒരുപാട് ഈ മാസത്തിൽ അല്ലാഹു തആല നമുക്ക് അവന്റെ ഔദാര്യമായി നൽകിയിട്ടുണ്ട്. നോമ്പ് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഇസ്ലാം പറയുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻസാമ റമദാന ഈമാനും വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശുദ്ധ റമദാനിൽ ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞകാല ദോഷങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ ദോഷം പുറത്തു കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം ഈ നോമ്പ് തന്നെ. പക്ഷേ ആ നോമ്പ് നമ്മൾ നോൽക്കുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെയും അതേപോലെ തന്നെ അവനിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമായിരിക്കണമെന്ന് മാത്രം. നമ്മുടെ നിയ്യത്തിന്റെ വിശുദ്ധിയും അതേപോലെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ക്വാളിറ്റിയും ഈ നോമ്പിന്റെ പ്രതിഫലം എന്ന നിലക്ക് പടച്ച റബ്ബ് തരാനുള്ള മഗ്ഫിറത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്ന് മനസ്സിലാക്കി വിശ്വാസത്തിന് വിഘാതമാകും വിധത്തിലുള്ള സംഗതികളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ടും അതേപോലെ നമ്മുടെ ഈ പ്രവർത്തനത്തിലൂടെ പടച്ചവന്റെ പ്രതിഫലം ആഗ്രഹിക്കുക എന്ന ആത്മാർത്ഥതക്കപ്പുറം ഭൗതികമായ ചിന്താഗതികൾ ഒന്നുമില്ലാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക എന്നത് ആവശ്യമാണ് എന്ന് നാം ഓർക്കുക. രണ്ടാമത്തെ കാര്യം, റമദാൻ മാസത്തിലുള്ള പ്രത്യേക നിസ്കാരമായ തറാവീഹ്. ആ തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് അതും ദോഷം പൊറുക്കാനുള്ള കാരണമാണെന്ന് നബി സല്ലല്ലാഹു തങ്ങൾ പറയുന്നു. ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിച്ച ഹദീസിലുണ്ട്, മൻഖാമ റമളാന ഈമാനും വഹ്തിസാബൻ. നേരത്തെ നോമ്പിനെ പറ്റി പറഞ്ഞ അതേ ശൈലിയിൽ റമദാൻ മാസത്തിൽ ആരെങ്കിലും വിശ്വാസം അർപ്പിച്ചും അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചും നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞകാല ദോഷം പൊറുക്കപ്പെടും. അപ്പോ തറാവീഹ് നിസ്കാരം എന്ന ആ പുണ്യ നിസ്കാരത്തെ അതിനെ അലങ്കോലപ്പെടുത്താതെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ നിസ്കാരത്തിൽ പങ്കാളികളാകുന്നത് മഗ്ഫിറത്തിന്റെ 10ന്റെ ഗുണം നമ്മിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് നാം ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊത്തത്തിലുള്ള റമദാനിന്റെ രാത്രി നിസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ലൈലത്തുൽ ഖദർ എന്ന ഈ ഒരു മഹത്തായ ഒരു രാവ് ഈ റമദാനിൽ ഉണ്ടല്ലോ, എന്നാണ് എന്നത് സസ്പെൻസ് ആണെങ്കിലും ആ രാവിന്റെ അന്ന് നമ്മൾ ഇബാദത്തുകളിൽ മുഴുകിയാൽ അതും ദോഷം പുറത്തു കിട്ടാൻ കാരണമാണ് എന്ന് ഇമാം ബുഖാരി മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ നമുക്ക് കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരാള് അള്ളാഹുവിൽ വിശ്വസിച്ചും അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചും നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ദോഷം പൊറുക്കപ്പെടും. അപ്പോ ദോഷം പുറത്തു കിട്ടാനുള്ള മറ്റൊരു കാരണമാണത്. ഇനിയും ഒരു കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, നോമ്പ് തുറപ്പിക്കൽ എന്നത് ദോഷം പുറത്തു കിട്ടാൻ കാരണമാണ്. ഇമാം ഇബ്നു ഖുസൈമയും ഇമാം ബൈഹഖിയും മറ്റുമൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഫത്തറ ഫീഹി സായിമൻ. റമദാൻ മാസത്തിൽ ഒരാളെ നോമ്പുള്ളയാളെ നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറത്തൻ ലിദുനൂബിഹി, അതവന്റെ ദോഷം പൊറുക്കാൻ കാരണമാകും. വഇത്ഖ റഖബതിഹി മിനന്നാർ, അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും കാരണമാകും. അപ്പൊ നോമ്പ് തുറപ്പിക്കുക എന്ന ഇഫ്താർ പരിപാടി അത് നമുക്ക് ഈ റമദാനിൽ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അർഹമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ദോഷം പുറത്തു കിട്ടാനുള്ള മറ്റൊരു കാരണമാണ്, നമ്മുടെ ആശ്രിതരായി നമ്മൾ സഹായിക്കേണ്ടവരായി നിലനിൽക്കുന്നവർ പലരും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കീഴിലുള്ള ജോലിക്കാരാണെങ്കിൽ അവര്, അതേപോലെ നമ്മുടെ സഹായം ആവശ്യമുള്ളവര്, ആ ആളുകളോടൊക്കെ നമ്മൾ കണിശതയുടെ ശൈലി മാറ്റിവെച്ച് അവർക്കൊക്കെ പരമാവധി എളുപ്പം ചെയ്തു കൊടുക്കുക. ജോലി 5 മണിക്കൂർ 10 മണിക്കൂർ ജോലി ചെയ്യേണ്ട ആളുകളുടെ ജോലി സമയം നമ്മൾ ഒരു 5 മണിക്കൂറായി കുറച്ചു കൊടുക്കുന്നത്, അതേപോലെ തന്നെ അവരുടെ ജോലിയുടെ ഭാരം കുറച്ചു കൊടുക്കുന്നത്, അതൊക്കെയും നമുക്ക് ദോഷം പുറത്തു കിട്ടാനുള്ള കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബഹുമാനപ്പെട്ട
ഇബ്നു ഖുസൈമയും മറ്റുമൊക്കെ ഉദ്ധരിച്ച ഒരു വിശാലമായ ഹദീസ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതുണ്ട്. ആ ഹദീസിന്റെ ഒരു ഭാഗത്ത് നമുക്ക് കാണാം, വമൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി, ഈ റമളാൻ മാസത്തിൽ തന്റെ അടിമയെ തൊട്ടൊരാൾ ലഘൂകരിച്ചു കൊടുത്താൽ, അവന്റെ ഭാരങ്ങൾ കുറച്ചു കൊടുത്താൽ, ഗഫറല്ലാഹു ലഹു, അല്ലാഹു തആല ഇവന്റെ ദോഷം പുറത്തു കൊടുക്കും, വയതഖഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അടിമ വ്യവസ്ഥ അല്ല ഇന്ന് എന്നത് ശരി. അതേസമയത്ത് നമ്മുടെ ആശ്രിതരായി അല്ലെങ്കിൽ നമ്മളുടെ കീഴിൽ നിൽക്കുന്ന ആളുകൾ, അവരോടൊക്കെ അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ദോഷം പുറത്തു കിട്ടാനുള്ള കാരണമായി മാറുമെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയും, നമുക്ക് അധികാരമുള്ള ആരെങ്കിലും നമ്മുടെ കീഴിലുണ്ടെങ്കിൽ ആ ആളുകൾക്കൊക്കെയും വിട്ടുവീഴ്ചയുടെയും അതേപോലെ തന്നെ പരമാവധി ആശ്വാസത്തിന്റെയും സ്വഭാവം സ്വീകരിക്കുകയും അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ശൈലി ഇല്ലാതാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ദോഷം പുറത്തു കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകും. ഇനിയും നിങ്ങൾ നോക്കൂ, ഈ വിശുദ്ധമായ മാസത്തിൽ നമ്മൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നത് നമ്മുടെ ദോഷം പുറത്തു കിട്ടാൻ പ്രധാനപ്പെട്ട കാരണമാണ്. മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു തന്റെ ഔസത്തിലും ഇമാം ബൈഹഖി തന്റെ ശുഅബുൽ ഈമാനിലും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ദാക്കിറുല്ലാഹി ഫീ റമളാന മഗ്ഫൂറുൻ ലഹു, അള്ളാഹുവിന് റമളാനിൽ ദിക്ർ ചൊല്ലുന്നയാൾ ദോഷം പൊറുക്കപ്പെട്ടവനാണ്. വസായിലുല്ലാഹി ഫീഹി ലാ യഖീബ്, റമളാനിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെട്ടു പോവില്ല. അപ്പോ റമളാൻ മാസത്തിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതും അള്ളാഹുവിനോട് പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നതുമൊക്കെ ദോഷം പുറത്തു കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അതേപോലെ തന്നെ നമ്മൾ കാണണം, ഇസ്തിഗ്ഫാർ നടത്തൽ, പടച്ചവനോട് പ്രത്യേകം പൊറുക്കലിനെ തേടുക എന്ന ആ നിലക്കുള്ള ഒരു അപേക്ഷ തന്നെ സമർപ്പിക്കുന്നത്, അത് ദോഷം പുറത്തു കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സലാസത്തുൻ ലാ തുറദ്ദു ദഅവത്തുഹും, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അത് തട്ടപ്പെടുകയില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് അസ്സായിമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നലിസ്സായിമി ഇൻദ ഫിത്രിഹി ദഅവ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അവനൊരു പ്രാർത്ഥനയുണ്ട്, മാ തുറദ്, അത് തട്ടപ്പെടുകയില്ല. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനത്തിന് ഇസ്തിഗ്ഫാർ നടത്തുന്നതും മറ്റു പ്രാർത്ഥനകൾ നടത്തുന്നതുമൊക്കെ നമ്മുടെ ദോഷം പുറത്തു കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അതേപോലെ നമ്മുടെ ദോഷം പുറത്തു കിട്ടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് നോമ്പുകാർക്ക് വേണ്ടി മലക്കുകൾ പൊറുക്കലിനെ തേടും എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, വിശുദ്ധമായ റമളാനിൽ നോമ്പ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രഭാതം മുതൽ അവര് വൈകുന്നേരം വരെ നോമ്പ് തുറക്കുന്നത് വരെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ട് മലക്കുകൾ ഉണ്ടാകും. അപ്പൊ മലക്കുകളുടെ റെക്കമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദോഷം പുറത്തു കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി അത് മാറും. അതേപോലെ ഒട്ടനവധി സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മഗ്ഫിറത്തിന്റെ 10 പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ആ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.